ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റിൽ എപ്പോഴും പ്രൈസ് വളരെ കുറഞ്ഞ സ്റ്റോക്കുകൾക്ക് എപ്പോഴും ഡിമാൻഡാണ്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് എപ്പോഴും താല്പര്യം അത്തരം സ്റ്റോക്കുകളിലാണ്. അപ്പോൾ സ്റ്റോക്കുകളുടെ ബിസിനസ് ഫണ്ടമെൻ്റൽസോ അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റ് ക്വാളിറ്റിയേക്കാൾ ഉപരി വില കുറഞ്ഞതാണ് എന്നതാണ് പലരെയും ആകർഷിക്കുക. കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ ഒരു പ്രധാന വാർത്തയായിരുന്നു അനിൽ അംബാനിക്കെതിരെയുള്ള സെബിയുടെ നടപടി. ഇപ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത കാലത്ത് വളരെയധികം പ്രിയങ്കരമായ സ്റ്റോക്കായിരുന്നു റിലയൻസ് പവർ എന്ന് പറയുന്ന സ്റ്റോക്ക്. അപ്പോൾ അനിൽ അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള റിലയൻസിന്റെ കീഴിലുള്ള സ്റ്റോക്കായിരുന്നു ഇത്. അദാനി ഈ സ്റ്റോക്ക് ഏറ്റെടുക്കാൻ പോവുകയാണ് എന്ന വാർത്ത കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്റ്റോക്കിൽ നല്ല തോതിലുള്ള ഒരു റണ്ണപ്പ് നമ്മൾ കാണുകയുണ്ടായി. പക്ഷേ അതിനുശേഷമാണ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഈ പുതിയ അനിൽ അംബാനിക്കെതിരെയുള്ള സെബി ആക്ഷൻ വന്നതും ആ സ്റ്റോക്ക് വീണ്ടും ക്രാഷ് ആവുകയും ചെയ്തത്. കൂടാതെ ചില നിഷ്കളങ്കരായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് പോലും ഈ റിലയൻസ് പവർ എന്ന് പറയുന്നത് മുകേഷ് അംബാനിയുടെ കമ്പനിയാണ് എന്ന രീതിയിൽ കയറിക്കൂടിയവരും ആ സ്റ്റോക്കിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൂടാതെ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന മറ്റൊരു സ്റ്റോക്ക് ഉണ്ട്. അതുകൂടാതെ റിലയൻസ് ഹോം ഫിനാൻസ് എന്ന് പറയുന്ന മറ്റൊരു സ്റ്റോക്കുണ്ട്. ഈ രണ്ട് സ്റ്റോക്കുകളും അനിൽ അംബാനിയുടേതാണ്. അപ്പോൾ ഇത്തരം ലോസ് മേക്കിംഗ് ആയിട്ടുള്ള കമ്പനിയുടെ ഒരു മാനേജ്മെൻറ്റാണ് അനിൽ അംബാനിയുടേത്. കൂടാതെ ധാരാളമായിട്ടുള്ള ആക്ഷൻസും സെബിയും കോർട്ടുമായിട്ടും മറ്റൊക്കെ വന്നിട്ടുള്ള ഒരു സ്റ്റോക്ക് എന്നുള്ള നിലക്ക് ഈ സ്റ്റോക്കിലെ എത്ര പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ വന്നാലും അതിൽ എൻട്രി ചെയ്യുമ്പോൾ തീർച്ചയായും അതിൽ വലിയൊരു റിസ്ക് ഉണ്ട്. അപ്പോൾ ആ റിസ്കിന് ആനുപാതികമായിട്ട് റിവാർഡ് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്നതിൽ അർത്ഥമുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു റിവാർഡ് അതിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മളൊരു സേഫ് ആയിട്ടുള്ള സ്റ്റോക്കുകളെ സമീപിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏകദേശം ഒരു ബേസിക് നോളജ് മാത്രമുള്ള ഒരു ശരാശരി നോളജ് മാത്രമുള്ള ഒരു നിക്ഷേപകനെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ കാര്യം നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ കമ്പനിയുടെ വലുപ്പമാണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എത്ര ഉണ്ട് എന്നുള്ളതാണ്. കാരണം നിഫ്റ്റിയിലെ ടോപ്പ് 500 സ്റ്റോക്കുകളിൽ ഉൾപ്പെട്ട കമ്പനി ആണെങ്കിൽ അത് പൊതുവേ നല്ല മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനി ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോഴുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല വീക്കായിട്ടുള്ള ഫണ്ടമെൻ്റൽസ് ഉള്ള സ്റ്റോക്കുകളും നമുക്ക് ഒഴിവായി കിട്ടും. അത് നമ്മളെ ലിസ്റ്റിൽ വരികയില്ല. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നിഫ്റ്റി 500 കമ്പനികൾ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച റിലയൻസ് ഇൻഫ്ര അല്ലെങ്കിൽ റിലയൻസ് പവർ പോലെയുള്ള കമ്പനികൾ അവിടെ വരില്ല. റിലയൻസ് ഇൻഡസ്ട്രീസ് വരും. കാരണം അത് മുകേഷ് അംബാനിയുടെ സ്റ്റോക്കാണ്. അപ്പോൾ അത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും അധികം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനിയാണ്. അത് തീർച്ചയായും വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു 500 സ്റ്റോക്കുകളെ ആദ്യം ഒന്ന് ഫിൽട്ടർ ചെയ്യുന്നത് അല്ല, അതിൽ ഉള്ളിൽ നിന്നുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ ആലോചിക്കുന്നത് എപ്പോഴും ഒരു ശരാശരി മാർക്കറ്റ് നോളജ് ഉള്ള ഒരാളെ സംബന്ധിച്ചത് അതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു കാര്യം. രണ്ടാമത്തെ കാര്യമാണ് ട്രേഡിംഗ് വോളിയവും ലിക്വിഡിറ്റിയും നോക്കുക എന്നുള്ളത്. കഴിഞ്ഞ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ഏറ്റവും അധികം ട്രേഡിംഗ് വോളിയം രേഖപ്പെടുത്തിയ ടോപ്പ് 10 സ്റ്റോക്കുകളുടെ ഒരു ലിസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ വരുന്ന സ്റ്റോക്കുകളും അതേപോലെ കഴിഞ്ഞ ഒരു മാസം ആവറേജ് ട്രേഡിംഗ് വോളിയം ഏറ്റവും അധികം കാണിച്ചിട്ടുള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ അതിൽ വരുന്ന സ്റ്റോക്കുകളും അതേപോലെ കഴിഞ്ഞ 3 മാസം ആവറേജ് ട്രേഡിംഗ് വോളിയം നോക്കിക്കഴിഞ്ഞിട്ട് അതിൽ വരുന്ന സ്റ്റോക്കുകളും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ കോമൺ ആയിട്ട് 6 സ്റ്റോക്കുകൾ കാണാൻ കഴിയും. ആ സ്റ്റോക്കിൽ ഒന്ന് വോഡഫോൺ ഐഡിയ ആണ്. നമുക്കറിയാം വോഡഫോൺ ഐഡിയ എന്ന് പറയുന്നത് ഏകദേശം 15 രൂപ ആ ഒരു റേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. രണ്ടാമത്തെ സ്റ്റോക്ക് യെസ് ബാങ്ക് ആണ്, ഏറ്റവും അധികം വോളിയം കാണിക്കുന്നത്. അതിന് 24 രൂപ റേഞ്ചിലാണ് അതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ്. മറ്റൊന്ന് സുസ്ലോൺ എനർജിയാണ്. ഇത് 78 രൂപയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് സൊമാറ്റോ ആണ്. അത് 262 രൂപയിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് HFCL ആണ്. ഇത് 149 രൂപ ഒരു റേഞ്ചിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് ടാറ്റ സ്റ്റീലാണ്. ഇത് 154 രൂപ റേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം വ്യക്തമാവും, വില കുറഞ്ഞ സ്റ്റോക്കുകളാണ് ഇതൊക്കെ. അപ്പോൾ ഈ സ്റ്റോക്കുകളോടാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയധികം ട്രേഡിംഗ് വോളിയം ആ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഈ സ്റ്റോക്കുകൾ കഴിഞ്ഞ ഒരു മാസം ആ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആ ഒരു താല്പര്യത്തിനനുസരിച്ചുള്ള റിട്ടേൺ നൽകിയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അങ്ങനെ നോക്കുമ്പോൾ വോഡഫോൺ ഐഡിയ നൽകിയ ഒരു മാസത്തെ റിട്ടേൺ എന്ന് പറയുന്നത്, അതായത് നിങ്ങൾ വോഡഫോൺ ഐഡിയയിൽ എൻട്രി എടുത്തിട്ട് ഒരു മാസം ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക റിട്ടേൺ 2.21% മാത്രമാണ്. നിങ്ങൾ യെസ് ബാങ്കിലായിരുന്നു ഹോൾഡ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം കിട്ടിയിട്ടുണ്ടായ റിട്ടേൺ എന്ന് -3.72% ആണ്. എന്നാൽ സുസ്ലോൺ എനർജിയിൽ നല്ല റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. 34.67% റിട്ടേൺ ഒരു മാസം കിട്ടിയിട്ടുണ്ടാവും. സൊമാറ്റോയിൽ മോശമല്ലാത്ത 15.59 എന്നുള്ള റിട്ടേൺ കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ HFCLലും 23.89 എന്നുള്ള നല്ല റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. എന്നാൽ ടാറ്റ സ്റ്റീലിൽ -4.79 എന്നുള്ള റിട്ടേൺ ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ 50% സ്റ്റോക്കുകൾ നല്ല റിട്ടേൺ നൽകിയപ്പോൾ 50% സ്റ്റോക്കുകൾ നെഗറ്റീവ് റിട്ടേൺ ആണ് കഴിഞ്ഞ ഒരു മാസം നൽകിയത്. ഇപ്പോൾ വില കുറഞ്ഞ ട്രേഡിംഗ് വോളിയം ഉള്ള സ്റ്റോക്കുകൾ നല്ല റിട്ടേൺ തരും
എന്നുള്ളതിന് 50-50 ചാൻസ് മാത്രമാണ് ഉള്ളത് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. എന്നാൽ കഴിഞ്ഞ ഒരു മാസം നിഫ്റ്റി 500-ൽ ഏറ്റവും അധികം റിട്ടേൺ നൽകിയ ടോപ്പ് 10 സ്റ്റോക്കുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഏറ്റവും ടോപ്പിൽ കാണാൻ കഴിയുന്ന PCBL എന്ന് പറയുന്ന കമ്പനിയാണ്. ഈ ഒരു കെമിക്കൽ കമ്പനിയാണ് ഏറ്റവും അധികം റിട്ടേൺ നൽകിയിട്ടുള്ളത്. 59.87% റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക്. ഈ സ്റ്റോക്കിന്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 500 രൂപയാണ്. രണ്ടാമത് ഏറ്റവും അധികം റിട്ടേൺ നൽകി ഇനോക്സ് വിൻഡ് ആണ്. ഇത് 45.69% റിട്ടേൺ നൽകിയിരുന്നു. 218 രൂപയാണ് ഇതിന്റെ കറണ്ട് പ്രൈസ്. മറ്റൊന്ന് കേഫിൻ ടെക് ആണ്. ഇത് 37.67% റിട്ടേൺ നൽകി. അതിന്റെ ഇപ്പോഴത്തെ പ്രൈസ് 993 ആണ്. ഇനി ദീപക് ഫെർട്ടിലൈസേഴ്സ് 36% റിട്ടേൺ നൽകി. അതിന് 1000 രൂപയ്ക്ക് മേലെയാണ് അതിന്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ്. ഇനി അജന്ത ഫാർമ 36% റിട്ടേൺ നൽകി. അതിന്റെ കറണ്ട് പ്രൈസ് 3103 രൂപയാണ്. സുസ്ലോൺ എനർജി ഇവിടെയും കാണാൻ പറ്റും. അത് 34% റിട്ടേൺ നൽകി. അതിന്റെ കറണ്ട് പ്രൈസ് 78 രൂപ മാത്രമാണ്. ഇനി ട്രെൻഡ് എന്ന് പറയുന്ന റീറ്റെയിൽ സെഗ്മെന്റിന്റെ സ്റ്റോക്കിൽ 33.91% റിട്ടേൺ ഉണ്ടായി. അതിന്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 6948 രൂപയാണ്. ഗ്രാന്യൂൾസ് 33% റിട്ടേൺ നൽകി. കറണ്ട് മാർക്കറ്റ് പ്രൈസ് 683 രൂപയാണ്. അതുപോലെ ഗോഡ്ഫ്രെ ഫിലിപ്സ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി 32% റിട്ടേൺ നൽകി. അത് 5402 എന്നുള്ള പ്രൈസിലാണ് നമുക്ക് കാണാൻ കഴിയുക. മറ്റൊന്ന് മോട്ടിലാൽ ഓസ്വാൾ ഫൈനാൻഷ്യൽ സർവീസസ് ആണ്. അത് 30% റിട്ടേൺ നൽകി. അതിന്റെ കറണ്ട് പ്രൈസ് 696 ആണ്. അപ്പോൾ ഈ ഒരു ഡാറ്റയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സുസ്ലോൺ എന്ന് പറയുന്ന സ്റ്റോക്കാണ് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ നമുക്ക് കാണുന്നത്, 78 രൂപ. ബാക്കിയെല്ലാം നല്ല പ്രൈസിലുള്ള സ്റ്റോക്കുകളാണ്. അതിൽ ഇനോക്സ് വിൻഡും അത്യാവശ്യം 218 രൂപ. അപ്പോൾ ഈ 2 സ്റ്റോക്കുകൾ മാത്രമാണ് 500 താഴെ പ്രൈസ് ഉള്ളത്. ബാക്കിയെല്ലാം 500 മുകളിലാണ് പ്രൈസ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് ട്രേഡിംഗ് വോളിയം ഉള്ള സ്റ്റോക്കുകൾ നല്ല സ്റ്റോക്കുകളാണ് എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ വില കുറഞ്ഞ സ്റ്റോക്കുകളും നല്ല സ്റ്റോക്കുകളാണെന്ന് പറയാൻ കഴിയില്ല. കാരണം സ്റ്റോക്കിൻ്റെ റിട്ടേൺ ആണ് ആത്യന്തികമായിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ട്രേഡിംഗ് വോളിയമായിട്ട് പറയാനുള്ളത്, ഈ ട്രേഡിംഗ് വോളിയം കുറച്ചുകൂടി ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. പല ഹൈ ട്രേഡിംഗ് വോളിയമുള്ള സ്റ്റോക്കുകളിലും അതിൻ്റെ ഡെലിവറി പെർസെൻറ്റേജ് അത്ര അധികം ഉണ്ടാവുകയില്ല. ഉദാഹരണത്തിന് നമ്മൾ വോഡഫോൺ ഐഡിയ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ട്രേഡിംഗ് വോളിയം കഴിഞ്ഞ സെഷനിൽ രേഖപ്പെടുത്തിയത് ഏകദേശം 36 കോടിയുടെ ട്രേഡിംഗ് വോളിയമാണ്. എന്നാൽ അതിൽ 16 കോടി മാത്രമാണ് ഡെലിവറി പെർസെൻറ്റ്, അതായത് പൊസിഷണൽ ട്രേഡ്. അതിൻ്റെ അർത്ഥം ആ സ്റ്റോക്ക് ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് വരവ് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയത് അത്ര 16 കോടിയേ ഉള്ളൂ. ബാക്കി വരുന്ന 20 കോടിയോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇൻട്രാഡേയിൽ നടന്ന ട്രേഡാണ്. അതായത് 44% മാത്രമേ ഡെലിവറി വോളിയം ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. അതായത് ഈ ട്രേഡിംഗ് വോളിയമുള്ള സ്റ്റോക്കുകളൊക്കെ നടക്കുന്നത് ഭൂരിഭാഗവും ഇൻട്രാഡേ ട്രേഡാണ്. രാവിലെ വാങ്ങുന്നു, വൈകുന്നേരം വിൽക്കുന്നു, അല്ലെങ്കിൽ രാവിലെ ഷോർട്ട് സെൽ ചെയ്യുന്നു, പിന്നീട് അത് സ്ക്വയർ ഓഫ് ചെയ്യുന്നു. ഇതാണ് നടക്കുന്ന ഒരു സംഭവം. അപ്പോൾ നമുക്കറിയാം വോഡഫോൺ ഐഡിയ വൺ ഓഫ് ദ ലോവസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്കാണ്. അതുപോലെ അതിൻ്റെ വാല്യുവേഷൻ ആക്ച്വലി ഇപ്പോൾ ഓവർ വാല്യൂഡ് ആണ്. കൂടാതെ അത് മാർക്കറ്റിൻ്റെ ഫൈനാൻഷ്യൽ ഗ്രോത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ പിറകിലാണ്. അതുപോലെ അതിൻ്റെ ഒരു 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 1% മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ട്രെയിലിംഗ് 12 മന്ത്സിൻ്റെ 0% ആണ്. അതുപോലെ പ്രോഫിറ്റ് ഗ്രോത്ത് ആണെങ്കിൽ -12%, -3%മാണ് ലാസ്റ്റ് ഇയർ രേഖപ്പെടുത്തിയത്. അതുപോലെ റിട്ടേൺ ഓൺ ഇക്വിറ്റി ആണെങ്കിൽ 0 ആണ്, 3 ഇയേഴ്സ് ആയാലും ലാസ്റ്റ് ഇയർ ആയാലും. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ വളരെ വീക്കായിട്ട് കാണുന്ന ഒരു സ്റ്റോക്കാണ് വോഡഫോൺ ഐഡിയ. പക്ഷേ ഏറ്റവും അധികം ട്രേഡിംഗ് വോളിയം നടക്കുന്നത് അതിലാണ്. അതിൻ്റെ കാരണം അതിൻ്റെ ആ ഒരു പ്രൈസ് തന്നെയാണ്. ഇനി രണ്ടാമത്തെ നമ്മൾ യെസ് ബാങ്ക് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി ഏകദേശം 11 കോടിയോളം ട്രേഡിംഗ് വോളിയമുള്ള ഒരു സ്റ്റോക്കായിട്ടാണ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷൻ നമ്മൾ കാണാൻ കഴിയുന്നത്. പക്ഷേ അതിൻ്റെ ഡെലിവറി പെർസെൻറ്റേജ് 36% മാത്രം. ഇതും നമുക്കറിയാം ഒരു അത്ര വലിയ പെർഫോമൻസ് നടത്താത്തൊരു സ്റ്റോക്കായിരുന്നു. അതിൻ്റെ ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു. ഇപ്പോൾ അതിൻ്റെ വാല്യുവേഷൻ ഓവർ വാല്യൂഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഫൈനാൻഷ്യൽ ഗ്രോത്ത് ആണെങ്കിൽ കഴിഞ്ഞ ഹിസ്റ്ററിയൊക്കെ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ വളരെ മോശം ഫണ്ടമെൻ്റൽസ് ആണ്. പക്ഷേ ഇപ്പോൾ ആ സ്റ്റോക്ക് ഒരു തിരിച്ചുവരവിൻ്റെ ലക്ഷണം കാണിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം അവർ ഒരു നല്ല പ്രോഫിറ്റബിലിറ്റിയും എഫിഷ്യൻസിയും കാണിച്ചു കൊടുക്കുന്നതായിട്ട് അതിൻ്റെ നമ്പേഴ്സിൽ നമുക്ക് കാണാൻ കഴിയും. കാരണം കഴിഞ്ഞ 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് കോമ്പൗണ്ടറായിട്ട് 11% ആണ്. അതുപോലെ ട്രെയിലിംഗ് 12 മന്ത്സിൻ്റെ 20% റിട്ടേൺ നൽകിയതായിട്ട് കാണാം. അതുപോലെ കോമ്പൗണ്ട് പ്രോഫിറ്റ് ഗ്രോത്ത് ആണെങ്കിൽ 33% വർധനമുണ്ട്. ട്രെയിലിംഗ് 12 മന്ത്സ് 89% ആണ്. അതുപോലെ റിട്ടേൺ ഓൺ ഇക്വിറ്റി അത്യാവശ്യം പോസിറ്റീവാണ്, 3%. അതുപോലെ ലാസ്റ്റ് ഇയർ റിട്ടേൺ ഓൺ ഇക്വിറ്റിയും 3% ആണ്. അപ്പോൾ ഒരു തിരിച്ചുവരവ് കാണിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കാണ്. അപ്പോൾ യെസ് ബാങ്കിലുള്ള ട്രേഡിംഗ് വോളിയം നമുക്ക് ന്യായീകരിക്കാവുന്ന ഒരു ട്രേഡിംഗ് വോളിയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി മറ്റൊന്ന് സുസ്ലോൺ എനർജിയാണ്.
ഇപ്പോൾ സുസ്ലോൺ എനർജി കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 6 കോടിക്ക് മേലെ ട്രേഡിംഗ് വോളിയം കാണിച്ച സ്റ്റോക്കാണ്. അതിൻ്റെ ഏകദേശം 50% ഡെലിവറിയാണ്. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ള സൈനാണ്. കാരണം ട്രേഡ് ചെയ്യുന്ന വോളിയത്തിൽ കൂടുതൽ പൊസിഷണൽ ട്രേഡാണ്. അതായത് സ്വിംഗ് ട്രേഡിനോ അല്ലെങ്കിൽ ഷോർട്ട് ടേം ട്രേഡിനോ അല്ലെങ്കിൽ ലോങ് ടേമിനൊക്കെ വേണ്ടിയിട്ടാണ് ആളുകൾ വാങ്ങിക്കുന്നത് എന്ന് അതിൽ നിന്നും മനസ്സിലാക്കാം. പകുതിയോളം ആളുകൾ, എന്നാൽ പകുതിയോളം ഇൻട്രാഡേ ആവശ്യത്തിനാണ് വാങ്ങിക്കുന്നത്. സുസ്ലോൺ എനർജി ഒരു കഴിഞ്ഞ വർഷം നല്ല ടോപ്പ് പെർഫോമിംഗ് സ്റ്റോക്കുകളിൽ പെട്ട ഒരു സ്റ്റോക്കാണ്. ഇപ്പോൾ ഓവർ വാല്യൂഡ് ആണ് അത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ നല്ല ഒരു പ്രോഫിറ്റബിലിറ്റിയും എഫിഷ്യൻസിയും കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ അത് ഓവർ വാല്യൂഡ് ആയതിൽ വലിയ അത്ഭുതവുമില്ല. അപ്പോൾ സെയിൽസ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3 വർഷത്തെ ആവറേജ് 25% ആണ്. ട്രെയിലിംഗ് 12 months 21% ഉണ്ട്. അതുപോലെ പ്രോഫിറ്റ് ഗ്രോത്തും 45%, 219% കാണുന്നുണ്ട്. അതുപോലെ റിട്ടേൺ ഓൺ ഇക്വിറ്റി കഴിഞ്ഞ 3 വർഷം 0 ആയിരുന്നെങ്കിലും കഴിഞ്ഞ ലാസ്റ്റ് ഇയർ ഒരു 29% റിട്ടേൺ ഓൺ ഇക്വിറ്റിയും കൂടി ഇത് നൽകി എന്നുള്ള നിലയ്ക്ക് ഈ സ്റ്റോക്ക് തീർച്ചയായും ഒരു തിരിച്ചുവരവിൻ്റെ പാതയാണ് മൊത്തത്തിൽ അതിൻ്റെ ട്രേഡിംഗ് വോളിയം നോക്കിയാലും അതിൻ്റെ ഫൈനാൻഷ്യൽ ഗ്രോത്ത് നോക്കിയാലും കാണിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോക്ക് നമുക്ക് തീർച്ചയായും വില കുറഞ്ഞ സ്റ്റോക്കുകളിൽ പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കായിട്ട് നമുക്ക് കാണാവുന്ന ഒരു സ്റ്റോക്കാണ് സുസ്ലോൺ എനർജി. അടുത്തത് സൊമാറ്റോ ആണ്. സൊമാറ്റോയുടെ ട്രേഡിംഗ് വോളിയം നോക്കുകയാണെങ്കിൽ ഏകദേശം 10 കോടിക്ക് മേലെ ട്രേഡിംഗ് വോളിയം ഉണ്ട്. അതിൽ 36% മാത്രമാണ് ഡെലിവറി ട്രേഡായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം സൊമാറ്റോ ലിസ്റ്റിംഗ് ചെയ്തത് മുതൽ വളരെ ലോ ആയിട്ട് പെർഫോം ചെയ്ത ഒരു സ്റ്റോക്കായിരുന്നു. ഇപ്പോൾ അത് യഥാർത്ഥത്തിൽ ഓവർ വാല്യൂഡ് ആണ്. കാരണം അത് ഈ അടുത്ത കാലത്ത് അത് ഒരു പ്രോഫിറ്റബിലിറ്റിയും എഫിഷ്യൻസിയൊക്കെ കാണിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ സെയിൽസ് ഗ്രോത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 82% സെയിൽസ് ഗ്രോത്ത് CAGR രേഖപ്പെടുത്തിയിട്ട് കാണാം 3 വർഷം. അതുപോലെ പ്രോഫിറ്റ് ഗ്രോത്തും 34% രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ട്രെയിലിംഗ് 12 months അത് 177% ആണ്. അതുപോലെ റിട്ടേൺ ഓൺ ഇക്വിറ്റി -5% ആയിരുന്നു കഴിഞ്ഞ 3 വർഷം. പക്ഷേ ലാസ്റ്റ് ഇയർ അത് 1% ഒരു പോസിറ്റീവ് സൈൻ കാണിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ സൊമാറ്റോവും ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലാണ് വന്നത്. പക്ഷേ അത് ഓവറായിട്ട് വോളിയം വന്നതോടുകൂടി ഇത് ഇഷ്ടംപോലെ ആളുകൾ ഇതിൽ എൻട്രി എടുത്തതോടുകൂടി ഇതൊരു ഓവർ വാല്യൂഡ് പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു PE മൾട്ടിപ്പിൾ കിട്ടുകയാണെങ്കിൽ നല്ലൊരു സ്റ്റോക്കായിട്ടാണ് ഇത് ഇപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് വെച്ച് നമുക്ക് പറയാൻ കഴിയുക. ഇനി അടുത്ത സ്റ്റോക്ക് HFCL ആണ്. ഇത് 6 കോടിക്ക് മേലെ ട്രേഡിംഗ് വോളിയം കാണിച്ച സ്റ്റോക്കാണ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ. അതിൽ 21% മാത്രമാണ് ഡെലിവറി ക്വാണ്ടിറ്റി. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ കുറവാണ്. നമ്മൾ നേരത്തെ സുസ്ലോണിൽ 50% ഉണ്ടെങ്കിൽ ഇവിടെ 20% മാത്രമാണ് ഡെലിവറി ക്വാണ്ടിറ്റി കാണുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കും ഓവർ വാല്യൂഡ് ആയിട്ടാണ് നമുക്ക് കാണുന്നത്. പെർഫോമൻസ് പക്ഷേ ഒരു ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ അത്ര മോശമല്ലാത്തൊരു പെർഫോമൻസ് ആയിരുന്നു. ഇപ്പോൾ നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിലിറ്റി ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. സെയിൽസ് ഗ്രോത്ത് 3 വർഷം 0 ആണെങ്കിലും പ്രോഫിറ്റ് ഗ്രോത്ത് 11%, ട്രെയിലിംഗ് 12 monthsന്റെ 17% നമുക്ക് കാണാൻ കഴിയും. അതുപോലെ റിട്ടേൺ ഓൺ ഇക്വിറ്റി 11%, 9% കാണുന്നുണ്ട്. ആവറേജ് ലെവലിലുള്ള ഒരു സ്റ്റോക്കായിട്ടാണ് ഇത് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഈ സ്റ്റോക്ക് നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ആവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. ഏറ്റവും അവസാനമായിട്ട് നമുക്ക് കാണുന്നത് ടാറ്റ സ്റ്റീലാണ്. ഇത് 3 കോടിക്ക് മേലെ ട്രേഡിംഗ് വോളിയം കാണിച്ച സ്റ്റോക്കാണ്. കഴിഞ്ഞ ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ 41% ഡെലിവറബിൾ ക്വാണ്ടിറ്റി ഇതിൽ കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് റിട്ടേൺ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് റിട്ടേൺ മാത്രമാണ് ഈ സ്റ്റോക്ക് വർഷങ്ങളായിട്ട് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ഇത് ഓവർ വാല്യൂഡ് പൊസിഷനിൽ തന്നെയാണ് ഉള്ളത്. കാരണം അത്രയധികം ട്രേഡിംഗ് വോളിയം ഇതിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ഓവർ വാല്യൂഡ് പൊസിഷനിലാണ് ഉള്ളത്. ഇതിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഇപ്പോൾ മോശമല്ല നല്ലതുമല്ല എന്ന രീതിയിൽ ഒരു ആവറേജ് പ്രോഫിറ്റബിലിറ്റിയാണ് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയുക. ഇപ്പോൾ സെയിൽസ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 14%, ട്രെയിലിംഗ് 12 monthsൻ്റെത് -6% ആണ്. അപ്പോൾ അത് ഡൗൺ ആയിട്ടുണ്ട്. ഇനി പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ അത് -7%, ട്രെയിലിംഗ് 12 months -21% ആണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റിയും കുറഞ്ഞതായിട്ട് കാണാം. 18% ആവറേജ് 3 years ഉണ്ടായിരുന്നത് ഇപ്പോൾ 7% ആയിട്ട് പറഞ്ഞത് കാണാം. അപ്പോൾ അവിടെ ഈ സ്റ്റോക്കിൻ്റെ ബിസിനസ് പെർഫോമൻസ് ഡൗൺ ആണെങ്കിലും ട്രേഡിംഗ് പെർഫോമൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ആവറേജ് ഫണ്ടമെൻ്റൽസും ബിസിനസ് പെർഫോമൻസും മാത്രമാണെങ്കിലും പ്രൈസ് കുറവായതുകൊണ്ട് ഹൈ ട്രേഡിംഗ് വോളിയം കാണിക്കുകയും അത് ഓവർ വാലിഡ് ആവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് മൊത്തത്തിൽ ഈ ലോ പ്രൈസ്ഡ് സ്റ്റോക്കുകൾ നമുക്ക് കാണുന്നത്. അപ്പോൾ ബേസിക്കലി ബിസിനസ് ഗ്രോത്ത് ഉണ്ടായാൽ മാത്രമേ സ്റ്റോക്കുകൾ ആത്യന്തികമായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ നമുക്കൊരു ലോങ് ടേം വെൽത്ത് ക്രിയേഷനാണ് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായും ഫോക്കസ് ചെയ്യേണ്ടത് കമ്പനിയുടെ ബിസിനസ്സിൽ തന്നെയാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും അതിനെ ട്രാക്ക് ചെയ്യുക എന്നല്ലാതെ ഇതിൻ്റെ പ്രൈസും മറ്റ് കാര്യങ്ങളും ട്രേഡിങ്ങും ഒക്കെ വാച്ച് ചെയ്യുന്നതിനേക്കാൾ ഉപരി അതിൻ്റെ ബിസിനസ്സിലുള്ള നിങ്ങളുടെ വിശ്വാസം എത്രമാത്രം കോൺഫിഡൻ്റ് ആയിട്ട് വർദ്ധിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് കുറയുകയാണോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഡിസിഷൻ എടുക്കേണ്ടത്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയങ്ങളോ അഭിപ്രായങ്ങളോ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.